ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ചെറിയൊരു മഴയുണ്ട്. ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു സൺഡേ വ്ളോഗ് ചെയ്യണം എന്ന് തോന്നി. ഡേ ഇൻ അവർ ലൈഫ്, ഞങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ദിവസം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് മടിയുള്ള ദിവസമാണ്. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നോക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ആരും എഴുന്നേറ്റിട്ടില്ല, സൺഡേ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് TV ഓൺ ചെയ്ത ന്യൂസ് ചാനൽ വെക്കുക എന്നുള്ളതാണ്. കാരണം വയനാട്ടിലെ ദുരിതം നമ്മൾ കണ്ടതാണ് എല്ലാവരും. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ക്ലീനിങ് പരിപാടിയാണ് ഇന്ന് രാവിലെ. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി എഴുന്നേറ്റപ്പോൾ വേറെ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാൻ നേരെ വന്നിട്ട് ക്ലീനിങ്ങിലേക്കാണ് ഫസ്റ്റ് കിടന്നത്. എന്നിട്ട് മാത്രമേ ഞാൻ അടുക്കളയിലേക്ക് കയറുന്നുള്ളൂ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇനി അടുക്കളയിലുള്ള പരിപാടികളാണ്. ഫുഡൊക്കെ റെഡിയാക്കണം. ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ അത് ചിക്കൻ കറിയാക്കി, ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. ദോശ ഉണ്ടാക്കി. അപ്പോൾ ദോശയും ചിക്കനും. ഉച്ചയ്ക്ക് ഞാൻ പിന്നെ ഒരു കുഞ്ഞ് സലാഡും കൂടി ഇട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഈ കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കിയപ്പോൾ അച്ഛൻ വന്നു. ഇന്ന് സൺഡേ അല്ലേ, ആകെ ഒരു ദിവസം അവർക്ക് ലീവുള്ളൂ, സൺഡേ. ഊട്ടിക്കും അനിയൻകുട്ടനും. അപ്പം അങ്ങോട്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുളിച്ച് റെഡിയായി പോവുകയാണ്. അനിയൻകുട്ടൻ ഇനി വൈകുന്നേരം വരത്തുള്ളൂ. പക്ഷെ ദേവൂട്ടി നേരത്തെ വരും, കാരണം അവർക്ക് ഡാൻസ് ക്ലാസ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് അവൾ നേരത്തെ വരും. ഇത് അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. അനിയത്തിയും ചേട്ടനും ചേച്ചിയും 3 പേരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയും ചെയ്യും, ഇടയ്ക്ക് ഇടി ഇടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു കളിയൊക്കെ ഉണ്ട്. കളിയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ വരത്തുള്ളൂ. ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ്. ഫസ്റ്റ് എനിക്കാണ് ക്ലാസ്. അപ്പം എൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് അവൾ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അവളുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി വിളിച്ചിട്ട് വരും. അങ്ങനെയാണ്. ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പെട്ടെന്നൊരു ഐസ്ക്രീം കുടിക്കാനായിട്ട് തോന്നി. അപ്പം തന്നെ അനിയൻകുട്ടനെയും പൊക്കിക്കൊണ്ട് ഞാൻ നേരെ ഐസ്ക്രീം കടയിലേക്ക് പോയി. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് ഐസ്ക്രീമിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു കെസാറ്റ വാങ്ങി. അനിയൻകുട്ടന് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അവിടെയും പോയി നോക്കി, ഇവിടെയും പോയി നോക്കി. അവസാനം 2 സ്ട്രോബെറി എടുത്തു. ഞാൻ 2 എണ്ണേ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ, ഒന്നാമത് തണുപ്പായതുകൊണ്ട്. അപ്പോൾ ദേവൂട്ടിക്കും കൂടെ വേണ്ടിയിട്ട് മേടിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി കുറച്ച് അധിക സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ട്. അപ്പം ദേവൂട്ടിയെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. കാരണം രാത്രിക്ക് മുമ്പ് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തണം. അനിയൻകുട്ടനെ പഠിപ്പിക്കണം, അവൻ എക്സാം ആവാറായി. നാളെ സ്കൂളിൽ പോകേണ്ടതായതുകൊണ്ട് റിവൈസ് ഒക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആവാണ്ട് ഞങ്ങൾ തിരിച്ച് നേരത്തെ തന്നെ വീട്ടിലെത്തണം. കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചിട്ട് നേരെ പഠിക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അനിയൻകുട്ടനും ഞാനും ഒരുമിച്ചാണ് ഇരിക്കുന്നത്, അവനെ പഠിക്കാൻ. പക്ഷേ ദേവൂട്ടിക്ക് എൻ്റെ ഹെൽപ്പ് വേണ്ട. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നോക്കിയാൽ മതി. അതല്ലാണ്ട് അവളെ തനിയെ പഠിക്കും. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പാഴ്സലുമായിട്ട് വന്നേക്കുന്നു KFC ചിക്കൻ. അപ്പോൾ ഭയങ്കര സന്തോഷമായി ദേവൂട്ടിക്ക് അനിയൻകുട്ടനും. അപ്പം ഞങ്ങൾ ഇനി ഇത് കഴിച്ചിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, രാത്രി കിടന്നുറങ്ങാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.